പയ്യൻ മലയാളിയാണെങ്കിലും വളർന്നതും IAS പഠിച്ചതൊക്കെ അങ്ങ് പഞ്ചാബിലാ. ഒരു മാസമായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ട്. പഞ്ചാബിലോ? വല്ല ഭീകരണ മറ്റോ ആയിരിക്കും എൻ്റെ ഭഗവാനെ. കുട്ടിയെക്കുറിച്ചും തറവാടിനെ കുറിച്ചും അച്ഛന്റെ പ്രതാപത്തെക്കുറിച്ചും ഒക്കെ ശരിക്ക് കാച്ചിട്ടുണ്ട്. അല്ല, പഠിത്തൊരു പ്രശ്നമാവോ? പ്രശ്നമാവോന്ന് ചോദിച്ചാ പ്രശ്നം തന്നെയാ. പക്ഷെ ഞാനല്ലേ ഏറ്റെടുത്തത്. അക്കാര്യം ഒന്നും പേടിക്കണ്ട. തള്ളക്കും തന്തയ്ക്കും നോട്ടം പഠിത്തത്തിലല്ല, ജോർജ് കുട്ടിയില്ല. അതാരാ ജോർജ് കുട്ടി? ചിലപ്പോൾ ഡ്രൈവർ ആയിരിക്കും. ജോർജ് കുട്ടി എന്ന് പറഞ്ഞാലേ പണം. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച പോലെ വരുന്ന ദിവസം വിളിച്ചറിയിക്കാം. പുതിയ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഓ അറിയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആവട്ടെ. കവിതേ, എന്തിനാ കുട്ടി കരയണേ? കാര്യം എന്താണെന്ന് പറയൂ. അച്ഛൻ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നു. എനിക്ക് ഈ വിവാഹം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, അതിനെന്തിനാ കരയണേ? ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. അതൊന്നും കുട്ടി അത്ര കാര്യമാക്കണ്ട. ഞങ്ങൾ അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം, വേണ്ടെന്ന് വെക്കാൻ എളുപ്പം കഴിയും. കുട്ടി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. മാഷിക്കാര്യത്തിൽ എന്നെ സഹായിക്കണം. എന്നാലും അങ്ങനെയല്ലല്ലോ, കുട്ടിയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. താൻ ഇത്ര സില്ലിയായാലോ? ഒന്ന് കരയാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ കുറുപ്പേ, ഇനിയും കാണുന്നില്ലല്ലോ? പിള്ളച്ചേട്ടൻ വിഷമിക്കാതിരി. പയ്യൻ ആപ്പയൊപ്പ കേസൊന്നുമല്ലല്ലോ, IAS-കാരനല്ലേ. പഞ്ചാബിൽ നിന്ന് വിമാനത്തിലല്ലേ വരുന്നത്? പറന്ന് പറന്ന് വരികയല്ലേ, ചിറക് മുറിഞ്ഞ പോലെ ഹിമാലയത്തിലും വീണ് കാണും. അതാ കാണാത്തത്. അമ്മാവന് ടെൻഷൻ ആവണ്ട, ഫ്ലൈറ്റ് ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. പയ്യൻ IAS-കാരനല്ലേ, സ്വന്തമായിട്ടൊരു പ്ലെയിൻ മേടിച്ച് വന്നൂടെ? പിന്നൊരു കാര്യം, പയ്യൻ ഭയങ്കര തിരക്കുള്ള ആളാ, കളക്ടറാ. ഇപ്പൊ തന്നെ പിള്ളച്ചേട്ടന്റെ വീട്ടിൽ വന്ന് പെണ്ണ് കാണാൻ സമയം കിട്ടാത്തത് കൊണ്ടാണല്ലോ അളിയന്റെ വീട്ടിൽ വെച്ചത്. അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കേണ്ടത് അവിടെ വെച്ചല്ലേ? അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അവിടെ തന്നെ അല്ലേ? ഇതും സ്വന്തം വീട് പോലല്ലേ അളിയാ? അതൊക്കെ ശരി, ആളിവിടെ എത്തണ്ടേ? എന്റെ സംശയം വഴി തെറ്റി ഇനി വേറെ വല്ലയിടത്തും പോയി കാണുമെന്നാ. വരാൻ വൈകിയപ്പോ ഞങ്ങൾ വിഷമിച്ചു. മിനിസ്റ്ററെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ? സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുന്നിൽ. വരൂ വരൂ വരൂ, അകത്തേക്ക് അതേ, ഇവിടെ ഇരിക്കും. ഇരിക്കൂ. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോയിട്ട് വരും. അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു കൊളീഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്നാകട്ടെ. അത് ഭരതൻപിള്ള. നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മാവൻ രാമകൃഷ്ണക്കുറുപ്പ്. ഹലോ, ഞാൻ കസ്റ്റംസിലായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവലറി നടത്തുന്നു. ഇത് കുറുപ്പ് സാറിന്റെ മകനാ ശ്രീകുമാർ, ഗൾഫിലാ. ഇതെന്റെ ചെറിയമ്മാവൻ, റവന്യൂ വകുപ്പിലാണ്. അതെന്റെ കൊച്ചച്ഛൻ, എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ. കൂടെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ്, എല്ലാവരും കളക്ടർമാരുമാണ്. ഞാനിവിടുത്തെ കാര്യസ്ഥൻ രാവുണ്ണി. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വേലക്കാരനാണത്. കഷ്ടം. സത്യം പറഞ്ഞാൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം അടുത്ത കാലത്തും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ഭാസ്കര പണിക്കർ പറഞ്ഞത്. ഇവിടെ പഞ്ചാബിനേക്കാൾ ഭയങ്കര ചൂടാണ്. ആദ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് മതി ഡിസ്കഷൻ. എന്താ? ഓ രാവണി, കുടിക്കാൻ കൊണ്ടുവരാൻ പറയൂ. ബൈ ദ വേ, ശ്രീ ഗൾഫിൽ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എന്നാ മടക്കം? 3 മാസം ലീവ് ഉണ്ട്. അവിടെ ഒരു ഹുസൈനെ അറിയാമോ? ഏത് ഹുസൈൻ? സദ്ദാം ഹുസൈൻ. അല്ല, കൊതഞ്ചേരി ഹുസൈൻ. ബാങ്ക് ഓഫ് കുവൈറ്റിലാണ് ജോലി. എണ്ണ കമ്പനിലല്ലേ? അല്ല അല്ല, എനിക്കറിയില്ല. ചെല്ലുമോളെ, ഓളത് കൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ. അയ്യേ, ഇവരുടെ ഒരു നാണം. വീട്ടിൽ ആരെങ്കിലും വന്നാ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അയ്യോ, എനിക്ക് കല്യാണം വേണ്ടെന്ന്. അയ്യോ, അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ ഇത്രയും നല്ലൊരു ആലോചന ഉണ്ടാക്കിയത്. കുഞ്ഞു ചെല്ല്. ഞാനായിരുന്നെങ്കിൽ ഓടി ചെല്ലുമായിരുന്നു.
ഇപ്പൊ വേണ്ട, സമയാവുമ്പോ പറയാം. മോളെ, കവിതേ. അയ്യോ, അച്ഛൻ വിളിക്കുന്നു. മോളി ചെല്ല്, ഞാനും കൂടെ വരാം. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. തലയെ വെച്ചാൽ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാൽ പേനായിരിക്കും. അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. എടുത്തു കൊടുക്കും മോളെ. നോ പ്ലീസ്, ഐ വിൽ ടേക്ക്. എന്താ പേര്? കവിതാഭരതൻ. ഏത് കോളേജിലാ പഠിക്കുന്നത്? കള്ളങ്കോട് ട്യൂട്ടോറിയൽ കോളേജിലാ. 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു. അല്ല, ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ ജയിപ്പിക്കും. അതിരിക്കെ അവര് തമ്മിൽ സംസാരിക്കട്ടെ. സാറ് ചെല്ലേ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അതിനെന്താ? ഓഫ് കോഴ്സ്, താങ്ക് യു. അതെല്ലാവർക്കും കൊടുക്കണോ? കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? പഞ്ചാബി വരണ്ട, അത് പോട്ടെ. പാടാൻ അറിയോ? ഡാൻസ് അറിയാം? കുറച്ചൊക്കെ അറിയാം. വിക്കുണ്ടല്ലേ? നല്ല വിക്കുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല, ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ്, പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാം ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ? ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ, കളക്ടർക്ക് തമാശ പറഞ്ഞൂടെ? വിക്കി ആണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. ബൈ ദി ബൈ, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഈസ് പ്ലീസ്. കവിത, പെണ്ണെ, എന്തത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകണ്ടല്ല. പക്ഷേ അമ്മാവനൊരു അറ്റാക്ക് കഴിഞ്ഞാണെന്നുള്ള കാര്യം നീ ഓർക്കണം. ഈ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട്, അത് നീ നശിപ്പിക്കരുത്. ഇവൾക്ക് ഇപ്പൊ ഒരു വിവാഹം വേണ്ടെന്നാ പറയുന്നത്. അത് ഇവളാണോ തീരുമാനിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. എന്നാലും ഇവളെ ഇഷ്ടം കൂടി നോക്കണ്ടേ മാവ? അച്ഛന് ഞാൻ അത്രയ്ക്ക് ശല്യമായോ? മോളെ, അച്ഛൻ ഈ പാടുപെടുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മോൾ അച്ഛൻ പറയുന്നത് കേൾക്ക്. അമ്മയില്ലാത്ത വിഷമം ഇവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. കുഞ്ഞലക്ഷ്മി മരിച്ചപ്പോ വേറൊരു വിവാഹത്തിന് പലരും എന്നെ നിർബന്ധിച്ചിട്ടുള്ളതാണ്. എനിക്കിത് തന്നെ കിട്ടണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്ന എനിക്ക് അവൻ്റെ പറഞ്ഞാൽ മതി. എന്നാ അങ്ങനെ എനിക്ക് ഇതുണ്ടെന്ന് ആദ്യം എനിക്ക് തുറന്ന് പറഞ്ഞൂടെ? ഞാൻ ഈ പൈസ ഇല്ലാത്തടത്ത് പലിശക്ക് മേടിച്ചിട്ടാണ് അന്ന് ആ പച്ചക്കുപ്പായൊക്കെ വാങ്ങിയിട്ടേ. എനിക്ക് പൊന്നെടുത്ത ഭ്രാന്തുണ്ടായിട്ടല്ല. ഇന്ന് അള്ള വേണ്ടി 2-3 എണ്ണം എനിക്ക് നിലവിലുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വേണമെന്ന് കണ്ടപ്പോൾ
ഇല്ല മാസ്റ്ററെ. ഒന്ന് നിർത്തടോ ഈ വള 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 ആ കുട്ടി പറഞ്ഞ് കേട്ടില്ല താൻ. ഇത്രയും സീരിയസ് ആവുമെന്ന് കരുതിയില്ല. പോട്ടെ, കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്കുക. തെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏതായാലും കുട്ടി വിഷമിക്കണ്ട. പെണ്ണിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഈ കാലത്ത് നടക്കില്ല. പൊക്കോളൂ. മനസമാധാനത്തോടുകൂടി കുട്ടി പോയിക്കോ. എന്താ മാർഗം ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ചെല്ലേ. കല്യാണക്കാര്യം വരുമ്പോ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെയാ. കരച്ചിലും പിടിച്ചലും വിഷമവും ഒക്കെ ഉണ്ടാവും. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്തു വന്നാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എപ്പോഴാണാവോ? ഇതൊരു നല്ല ആലോചനയല്ലേ മോളെ, അതങ്ങ് സമ്മതിച്ചേക്ക്. അച്ഛന്റെ എത്ര കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണിത്. എത്ര ശ്രമിച്ചിട്ടാ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചത്? എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ ശ്രമിച്ചത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയില്ലേ. ആ തമ്പുരാനെയും കാത്തിരുന്നാലേ മൂത്ത് മൂത്ത് നരയ്ക്കും. നീ ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ നോക്ക്. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? ഇനി അങ്ങനെ ഒഴിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. IAS തട്ടിക്കളാം. അയ്യോ, തട്ടുകേ അതൊന്നും വേണ്ട. വേണ്ട എന്നാ ഭരതം പിള്ളയെ തട്ടിയാലോ? അത് വേണ്ട. എന്നാ IAS തന്തേ തട്ടാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൊടുക്കരുത് ആയിരുന്നു ആവശ്യം. അല്ല, ഈ തട്ടലും മുട്ടലും അല്ലാതെ ഈ കല്യാണം മുടക്കാൻ വേറൊരു വഴിയുമില്ലേ? എനിക്കൊരു ഉഗ്രൻ ഐഡിയ. നമുക്ക് കല്യാണ പന്തലിൽ ഒരു പടക്കം പൊട്ടിച്ചാലോ? പന്നി പടക്ക അല്ല, സാധാരണ ഓലപ്പടക്കം. അയാളുടെ മോന്തക്ക് ഒന്ന് കൊടുത്തിടൂ. ദേ പറ്റേ, ആളിവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ തന്റെ ഒരു മണ്ടത്തരം പറയല്. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താ? ഒന്ന് പറയണോ? കുട്ടിയുടെ പേരെന്താ? കവിത. കവിതയെ തട്ടിക്കളഞ്ഞാലോ? ഇതെന്തിനാ അങ്ങോട്ട് കൊടുക്കും? വെറും ഈ തട്ടണ വർത്താനം തന്നെ ഉള്ളു. ആളെന്താ ഫുട്ബോളാ? അതൊന്നല്ല, തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം. ശരി, സമ്മതിച്ചു. പക്ഷെ ആര് തട്ടിക്കൊണ്ട് വരും? അതിന് പറ്റിയ പാർട്ടി എന്റെ കയ്യിലുണ്ട്. ബോംബെ അധോലോക നായകൻ ഗിൽബർട്ട് ഡിസൂസ.
ക്ഷമിക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നുപോയി. See, he has VTAC. Yeah. He needs Silocaine drip and close monitoring. Does he need thrombolytic therapy? Yes, yes. എന്തായി വല്ല തുമ്പും കിട്ടിയോ? ഞങ്ങൾ ഇനി അരിച്ചു പറിക്കി നോക്കാത്ത ഒരു സ്ഥലവും ഇല്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ പരിസരം വിട്ട് അധിക ദൂരം പോകാൻ ന്യായമില്ല. ഈ ചുറ്റുപാടിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണാൻ സാധ്യത. എന്താ അവന്റെ ഉദ്ദേശം? ആഭരണങ്ങളാണോ അതോ ഇനി മറ്റുള്ളതായിരിക്കുമോ? ആഭരണങ്ങളായിരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഊരിയെടുത്ത് എവിടെയെങ്കിലും ഇറക്കി വിട്ടാൻ. ഇനി അമ്മാവനോടുള്ള വൈരാഗ്യത്തിന് ആരെങ്കിലും ചെയ്തതായിരിക്കും. കുട്ടിക്ക് ആരെങ്കിലുമായി വല്ല അടുപ്പമുള്ളതായിട്ട് അറിയോ? വല്ല പ്രേമോ? അങ്ങനെയൊന്നുമില്ല. വളരെ അച്ചടക്കത്തോടെ തന്നെ അമ്മാവൻ അവിടെ വളർത്തിയത്. ആ പാലക്കോളെ പഠിപ്പിക്കുന്ന മാഷന്മാരുണ്ടല്ലോ, നിങ്ങളുടെ അമ്മാവന്റെ കെട്ടിടത്തിൽ താമസിക്കുന്നവര്, അവരാൾക്കാരെങ്ങനെയാ? അവരാളുകൾ അത്ര ശരിയല്ലെന്നാ ഞാനും കേട്ടിട്ടുള്ളത്. അതെന്താ, കുഴപ്പക്കാരാണോ? ശ്രീകുമാർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകാറില്ലല്ലോ. പിന്നെ ആ വീട്ടിൽ എപ്പോഴും പാട്ടും ബഹളവും കേൾക്കാറുണ്ട്. പോരാത്തതിന് ഏതോ ഒരു ഗുസ്തിക്കാരൻ അവരോട് താമസിക്കുന്നുണ്ട്. അയാളാണ് ഈ സ്ഥിരം വെള്ളത്തില്. അവരവിടെ കവിതയ്ക്ക് ട്യൂഷൻ എടുത്തിരുന്നല്ലോ. ആ, 1-2 തവണ ഞാനും കണ്ടിട്ടുണ്ട്. മൈക്ക് വടക്കോട്ട് പോയതായി കണ്ടവരുണ്ട്. മരണ സ്പീഡിലായിരുന്നു അത്രേ. പോലീസ് എന്തായാലും വളരെ കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. അമ്മാവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ വിട്ട് പോകാനും നിവൃത്തിയില്ല. ആ, എന്തായാലും ഞാനിത് കണ്ടുപിടിച്ചടങ്ങും. ഡോക്ടർ, മോൾക്ക് തീരെ വയ്യ. വേദന സഹിക്കാൻ വയ്യാതെ അവളിവിടെ നിലവിളിക്കാണ്. ഇന്നലെ എഴുതി തന്ന ആ ഗുളിയ അതൊന്നുകൂടി കൊടുത്തോളൂ, ഉറങ്ങിക്കോളും. അത് വാങ്ങിയിട്ടില്ല. പ്രിസ്ക്രൈബ് ചെയ്യാനല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ, എന്റെ ട്രീറ്റ്മെന്റിൽ വിശ്വാസമില്ലേ? അയ്യോ സാർ, അതല്ല. പിന്നെ കാശില്ലാഞ്ഞിട്ടാ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത്ര എക്സ്പെൻസീവ് ആയ ഒരു ഓപ്പറേഷൻ നടത്താൻ പോണത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഹാർട്ട് പേഷ്യന്റ് ആ കുട്ടി. കെയർലെസ് ആയിട്ട് എടുക്കാനാ ഭാവമെങ്കിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, ഏത് നിമിഷവും ആ കുട്ടിക്ക് എന്ത് സംഭവിക്കാം. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവില്ല.